ശരി, ആ കുഴിയെങ്കിലും ഒന്ന് അടയ്ക്കുക. ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ആ കുഴികളിൽ വീഴാത്തത്. മഴ പെയ്താൽ കുഴി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. മഴ പെയ്താൽ കുഴി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. എന്ന് പറഞ്ഞാലും ഒരു മിനിസ്റ്റർ തദ്ദേശ മന്ത്രി ഒന്ന് പറയാ മാർച്ച് 31 ഏപ്രിൽ 1 എല്ലാ റോഡിൽ കൂടി സഞ്ചരിക്കാം. അത് നടക്കുന്നില്ല. അത് പ്രശ്നമല്ലേ? ഇതേ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പറഞ്ഞ പ്രധാന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വർഷം ഇപ്പൊ ഉണ്ടായതിന്റെ എന്ന് വെച്ചാൽ ഈ വർഷമാണ് സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്നിട്ട് അപ്പൊ വർക്ക് ഇത്രയും ഞാൻ ചെയ്യട്ടെ, ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ സിറ്റിക്കകത്ത് ഇത്രയും ഒരുമിച്ച് ഒരു വർക്ക് നടന്നൊരു കാലഘട്ടം എന്തിനാണെന്നറിയാവോ? ഭാവിയിൽ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതൊന്ന് പൂർത്തിയായാൽ ഇത്തരം ഒരു കെടുതികൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത്രയും വർക്ക് ഒരുമിച്ച് എടുക്കരുതായിരുന്നു എന്ന് പറയും. നേരത്തെ ഓരോ ഘട്ടത്തിൽ തീർക്കേണ്ട വർക്കാണ് ഇപ്പൊ അവസാനം. ഇത് പരസ്പരം അറിയുന്നതാണ്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ താക്കുന്നത്? എങ്ങനെയാ തീരാത്തതിൽ പ്രശ്നമുണ്ട്. പിന്നെ നമ്മളത് ന്യായീകരിച്ചല്ലോ. ഈ വർക്ക് ഇപ്പോഴെങ്കിലും ചെയ്യുന്നതിനെടുത്തൊരു എഫർട്ട് നിങ്ങൾക്ക് കൂടെ അറിയാമല്ലോ. പറഞ്ഞു കൊടുക്കണേ. ഇപ്പോഴോ വാഹനത്തിന് പോകാൻ പോലും സൗകര്യമില്ല. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഒരു സൈഡ് തുറന്നു കൊടുത്തില്ലേ? ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടേക്ക് തിമിർത്ത് കാലക്ക്. ഞാൻ പോകുന്നു. ഓടിക്കോ പതിയെ പോടാ, എനിക്ക്